ആരോണിൽ ജോയിൻ ചെയ്തതിൻ്റെ ശേഷം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഓൺലൈനാണ്, നമുക്കൊരു ഡിഗ്രി ടച്ചും ഇല്ല, സ്വന്തമായിട്ടാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ഒരു ഓഫ്ലൈൻ അല്ലല്ലോ, ഓൺലൈൻ ആകുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ നല്ല ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓരോ ദിവസം പല പേഷ്യൻസ് അല്ലേ വരിക, ഓരോ ബിഹേവിയർ ആയിട്ടുള്ള പേഷ്യൻസാണ് വരിക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ തിയറിറ്റിക്കലായിട്ട് പഠിച്ചതാണ്, പക്ഷെ നമ്മളവിടെ പ്രാക്ടിക്കലായിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്ന് ഈ ഇന്റേൺഷിപ്പിലോട് മനസ്സിലായി. നമുക്ക് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയൊരു സ്കിൽ എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പണം കിട്ടുന്നത് എന്താണെന്നറിയോ? ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്കില്ല് മാനേജ്മെന്റ് ആണ്, അല്ലെ? ആളുകളെ മാനേജ് ചെയ്യാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എൻ്റെ ഈ ഒരു ഗ്രോത്ത് കാണുമ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോഴും അത് എല്ലാവരും നല്ലൊരു ജോബിലേക്ക്, എൻ്റെ ഹസ്ബൻഡ് ആയാലും. പഠനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇതല്ലേ? ഇപ്പൊ നമ്മൾ പഠിച്ച കുറെ എസ്സേ ഓർക്കുക, തിയറി ഓർക്കുക, അതൊക്കെ എക്സാമിനേഷനോടുകൂടി കഴിഞ്ഞു. പക്ഷെ ഇപ്പൊ ഹിബ പറയണത് എനിക്ക് കോൺഫിഡൻസ് കിട്ടിയെന്നാൽ ഈ കോൺഫിഡൻസ് കിട്ടാൻ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപ കൊടുത്താലും കിട്ടാത്തൊരു സാധനമാണ് ഇത്. അത് നമ്മുടെ ത്രൂ ഔട്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാവാം, അതിന് പറ്റിയ അറ്റ്മോസ്ഫിയർ ചിലപ്പോൾ ആരോൺ ഒരുക്കിയത് കൊണ്ടാവാം, അതിന് നിങ്ങളുടെ ഫാമിലി, അത് എന്താണ് അതിന്റെ കാരണം എന്ന് അറിയാൻ പറ്റില്ല. അത് മെല്ലെ നമ്മുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യുന്നതാണ്. അപ്പൊ ബി കോൺഫിഡന്റ്, എപ്പോഴും എന്ത് ചെയ്യുക, കോൺഫിഡന്റ് ആയിട്ട് തന്നെ നിൽക്കുക. ആരോണിൽ നിന്ന് BLSന്റെ ക്ലാസ് കഴിഞ്ഞൊരു 2 ആഴ്ച ആയിട്ടുണ്ടാവുള്ളൂ. എൻ്റെ ഉപ്പാക്ക് ഇതുപോലെ ചെറിയൊരു ഇൻസിഡന്റ് ഉണ്ടായി, ഹസ്ബൻഡിന്റെ ഉപ്പാക്ക്. സോ ഞാൻ അവിടെ പഠിച്ച ഒരു ഓൺലൈനായിരുന്നു അറ്റൻഡ് ചെയ്തത്. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒരു തമാശ രീതിയിൽ അത് അറ്റൻഡ് ചെയ്തെങ്കിലും നമ്മളവിടെ പഠിച്ച കാര്യം എനിക്ക് അവിടെ അന്ന് ചെയ്യാൻ പറ്റി. ഇപ്പൊ ശരിക്കും BBMൽ നിന്നും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരാനുള്ള കാരണം എന്താ? ഹോസ്പിറ്റലിൽ ആൻഡ് ഹെൽത്ത് കെയർ ഫീൽഡ് പഠിക്കണം നല്ല ആഗ്രഹമായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ചൂസ് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ പഠനം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് ആരോണിലേക്ക് എങ്ങനെ എത്താനുള്ള കാരണം എങ്ങനെയാണ്? നമ്മൾ എന്റെ ഫ്രണ്ട് വഴിയാണ് ഞാൻ ആരോൺ ചൂസ് ചെയ്തത്. ഓക്കെ ഓക്കെ, അങ്ങനെ ഫ്രണ്ടോട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു അങ്ങനെ കോഴ്സിനെ കുറിച്ചും സ്ഥാപനത്തെ കുറിച്ചും പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യം പെട്ടെന്ന് വീട്ടിൽ സൂചിപ്പിച്ചത്? ആരോടാ പറഞ്ഞേ? ഞാൻ ആദ്യം ഉമ്മാടെ പറഞ്ഞ, പിന്നെ വീട്ടിൽ തോരെ ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് ഏത് ഇതിലായാലും നല്ല സപ്പോർട്ടാണ്. അപ്പൊ BBM കഴിഞ്ഞപ്പോ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? കാരണം ബിസിനസ് മാനേജ്മെന്റിൽ നിന്നും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രണ്ട് ഏരിയല്ലേ വരുന്നത്. അതിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? പഠിക്കാൻ പറ്റുമെന്നൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലാണെങ്കിലും മാനേജ്മെന്റ്, അക്കൗണ്ടിങ് ബേസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ സബ്ജക്ട്സ്. അതുകൊണ്ട് നമുക്ക് കൂടുതലും പഠിക്കാൻ ഈസി ആയിരുന്നു. ഓക്കെ, അപ്പൊ ഷിബിത BA ഇംഗ്ലീഷ് പഠിച്ചു അല്ലെ? BA ഇംഗ്ലീഷിൽ നിന്നും നേരെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ഇടയിൽ ജോലി പഠിക്കുകയും ചെയ്തിട്ടുണ്ടോ? അപ്പൊ എങ്ങനെയാണ് BA ഇംഗ്ലീഷ് ടു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ജേർണി എങ്ങനെയാ? അത് ഞാനൊരു ഹൗസ് വൈഫ് ആയിരുന്നു. ഞാൻ ആദ്യം BBA എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഡ്രോപ്പ് ഔട്ടായി. അപ്പൊ കുറച്ച് ബ്രേക്ക് വന്നു. എനിക്ക് ആണെന്നുണ്ടെങ്കിൽ പഠിക്കുക, എന്തെങ്കിലുമൊക്കെ ആവുക. പിന്നെ കുറച്ച് ഇഷ്യൂ ഒക്കെ ഉള്ള കാരണം എനിക്ക് പിന്നെ എവിടെ എത്താൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ ആ ഒരു ഡ്രീം എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇല്ല, എനിക്കിങ്ങനെ വീട്ടിലിരിക്കാനും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പൊ ഞാൻ സെൽഫായിട്ട് തന്നെ ഞാൻ ഡിഗ്രി BA ഇംഗ്ലീഷ് പിന്നെ എടുത്തു. ഒരാളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒറ്റക്ക് 3 വർഷം ഞാൻ ഒരാളുടെ ഒരു ഫാക്കൽറ്റിയുടെ ഒരു ഇതില്ലാണ്ട് ഞാൻ തന്നെ ഒറ്റക്ക് പഠിച്ചു. 3 വർഷം ഒരുമിച്ച് എഴുതി. അത് ഫസ്റ്റ് ഇയർ കൊറോണ ഒക്കെ ആയിട്ട് ഞാൻ അബ്രോഡായിരുന്നു. അപ്പൊ ആ വർഷം പോയി. 2ാമത്തെ വർഷം ഞാൻ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് സിസേറിയൻ ആയിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു ടൈമിൽ എനിക്ക് സെക്കൻഡ് ഇയർ എക്സാമും വന്നത്. അപ്പൊ ഞാൻ വല്ലാണ്ട് ഡിപ്രസ്ഡ് ആയി. കാരണം എനിക്ക് പഠിക്കാനുള്ളൊരു വിധില്ലാന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷെ 3ാമത്തെ വർഷം എൻ്റെ അടുത്ത് ഞാൻ വിസ്ഡം കോളേജിലായിരുന്നു അവിടെ ജോയിൻ ചെയ്ത്. അപ്പോൾ അവിടുത്തെ ടീച്ചർ പറഞ്ഞു 3 വർഷം ഒരുമിച്ച് എഴുതാൻ പറ്റില്ല, ഒരു ഇങ്ങനെ 6 ഇയർ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു വർഷത്തിൽ കംപ്ലീറ്റ് ആക്കിയാൽ മതി പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ ഒരു കോൺഫിഡൻറ്റ്
വന്നു. ഞാൻ 3 ഇയറും ഒരുമിച്ച് തന്നെ എഴുതി ഫുൾ പാസ്സായി. അത് കഴിഞ്ഞിട്ടും എനിക്കപ്പോ ഭയങ്കര കോൺഫിഡന്റ് ആയി. 3 വർഷം കിട്ടിയപ്പോ എനിക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയി. അപ്പൊ ഞാന് പറഞ്ഞില്ലേ, ഒരു മാസത്തോളം ഞാൻ ഇങ്ങനെ കുറെ സെർച്ച് ചെയ്തു എന്തായിരിക്കും എനിക്ക് പറ്റുക. കാരണം ഒരു ഹൗസ് വൈഫാണ്, നമുക്ക് കുറച്ച് കരിയർ ബ്രേക്കും വന്നല്ലോ. അപ്പോ എന്നെ കൊണ്ട് എന്ത് പറ്റും എന്നുള്ളത് ഞാൻ കുറെ ആലോചിച്ച് പിന്നെ കുറെ അക്കാദമി ഞാൻ നോക്കി. അവസാനം എനിക്ക് എയറോൺ അക്കാദമിയിൽ എന്തോ ഒരു കോൺഫിഡന്റ് വന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സാറിന്റെ ഓരോ വീഡിയോസും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു. കൂടുതലും രാത്രിയാണ്. അപ്പം ഞാന് പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ എയറോണിൽ വിളിച്ചിട്ട് ജോയിൻ ചെയ്യായിരുന്നു. എയറോണിൽ ജോയിൻ ചെയ്തതിന്റെ ശേഷം എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഓൺലൈനാണ്, നമുക്കൊരു ഡിഗ്രി ടച്ചും ഇല്ല, സ്വന്തമായിട്ടാണ് എല്ലാം ചെയ്തത്. അപ്പോൾ ഒരു ഓഫ്ലൈൻ അല്ലല്ലോ, ഓൺലൈൻ ആവുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോൾ നല്ല ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതെ. ഇപ്പൊ നമ്മുടെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെ പഠിക്കാൻ വന്നു, തിയറിയിലേക്ക് വന്നു, പിന്നെ മെല്ലെ 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 നിങ്ങൾ ഈ ഫീൽഡിന് എങ്ങനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ, ഉള്ളിലേക്ക് ഒരു ഇഷ്ടം തുടങ്ങിയോ? കാരണം പേഷ്യന്റ്, ഹോസ്പിറ്റൽ, കെയറിങ് ഒരു വേറെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റ്. ഇപ്പൊ BBM ആണെങ്കിൽ എന്താണ് നല്ലതാണ്, പക്ഷെ അവിടെ കുറെ കണക്കുകൾ, ബിസിനസ് ആണ് അവിടെ അല്ലേ. ഇംഗ്ലീഷ് ആണെങ്കിൽ എന്താണ് അവിടെ ഇംഗ്ലീഷാണ്, ഇവിടെ എൻ്റെ ഡിഫറെന്റ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും? ഒരു ഹോസ്പിറ്റൽ അവിടെ ജോലി ചെയ്ത് എനിക്ക് ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം, കെയർ ചെയ്യണം, അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒക്കെ ഉണ്ടോ? അതെങ്ങനെയാണ്, എപ്പോഴാണ് വന്നത്, എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? ഇപ്പൊ ഇന്റേൺഷിപ്പിന് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോ അവിടെ പല പേഷ്യൻസും അവിടെ വരുന്നുണ്ട്, പല സ്വഭാവമുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുമ്പോ നമുക്ക് അവര് ഹാപ്പി ആകുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് ഭയങ്കര അവരെ നമുക്ക് തിരിച്ചു കിട്ടണത് എന്ന് പറയണത്. നമ്മൾ കെയർ ചെയ്യുമ്പോൾ അവരെ നല്ല രീതിയിൽ നമ്മളോട് തിരിച്ചു പെരുമാറണം. അപ്പൊ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ പിന്നെ അവർക്ക് വേണ്ടി നമുക്ക് എന്തിപ്പോ ഒരു മെഡിസിൻ ആയാലും അവർക്ക് ഇപ്പൊ എന്തെങ്കിലും നമ്മളോട് വന്ന് ചോദിക്കും ഇത് എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു ഭയങ്കര നമ്മളോട് വന്ന് ചോദിക്കണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവണം. അവര് കൂടുതൽ പ്രായമുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ നിങ്ങൾ ഹാപ്പി ആവാറുണ്ടോ? പേരിനേക്കാൾ കൂടുതൽ അവർ അങ്ങനെ പിന്നീട് അവർ വരുമ്പോ അവർക്ക് നല്ല ഓർമ്മ ഉണ്ടാവും നമ്മളെ. ഇപ്പൊ നമ്മൾ അന്ന് കണ്ടതല്ലേ, അപ്പൊ നമ്മളോട് വന്നിട്ട് എന്താ വിശേഷം അതൊക്കെ ഭയങ്കര ഇതിൽ അവർ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ജോലി എല്ലാവരും ഉത്തരവാദിത്തമുള്ള ജോലിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ ശുഭതയ്ക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഹോസ്പിറ്റലിൽ നിന്ന ടൈമില് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഓരോ ദിവസം പല പേഷ്യൻസ് അല്ലേ വരിക, ഓരോ ബിഹേവിയർ ആയിട്ടുള്ള പേഷ്യൻസാണ് വരിക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ തിയറിറ്റിക്കലായിട്ട് പഠിച്ചതാണ്, പക്ഷെ നമ്മളവിടെ പ്രാക്ടിക്കലായിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്ന് ഈ ഇൻറ്റേൺഷിപ്പിലോട് മനസ്സിലായി. അതായത് ഓരോ പേഷ്യൻറ്റും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ ഓരോ പേഷ്യൻറ്റിൻ്റെ അടുത്ത് എങ്ങനെയാണ് നമുക്ക് നിൽക്കുക എന്നുള്ളത് ശരിക്കും മനസ്സിലായി. അതെ. പിന്നെ പേഷ്യൻ്റ് കെയറും നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റി. ഇപ്പം ഞങ്ങൾ കാഷ്വാലിറ്റിയിൽ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉള്ള ടൈമിൽ ചില പേഷ്യൻസ് ഒക്കെ ഒറ്റക്കാണ് വരിക. അപ്പോൾ അവർക്ക് നമ്മൾ നല്ല നെർവസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് കൊടുക്കണം ആ ഒരു കെയർ ഉണ്ട്, അതവരൊരിക്കലും മറക്കില്ല. അവർ നമുക്ക് ബ്ലെസ്സിങ്ങും മാത്രമല്ല, അവർ പിന്നെയും ഈ ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മളെ തെരഞ്ഞു വരുന്നവരുണ്ട്, അതൊക്കെ ഭയങ്കര ബ്ലെസ്സിങ്. പിന്നെ ഇപ്പൊ നേരത്തെ ഷിബിത പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഷിബിത അറിയാതെ പറഞ്ഞു പോയൊരു സംഭവമുണ്ട്. അതായത് നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയൊരു സ്കിൽ എന്താണെന്നറിയോ? ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പണം കിട്ടുന്നത് എന്താണെന്നറിയോ? ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്കില്ല് മാനേജ്മെന്റ് ആണ് അല്ലെ. ആളുകളെ മാനേജ് ചെയ്യാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, മനുഷ്യന്മാരെ മാനേജ് ചെയ്യല്. ഈ ഇന്റേൺഷിപ്പ് പീരീഡ് തന്നെ എന്താ ഫീൽ ചെയ്തത്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഷ്യന്റ് അല്ലെ. വിഷമമുള്ളവരുണ്ടാവാം, ചെക്കപ്പിന് വരുന്നവരുണ്ടാവാം, ആൻസൈറ്റി ഉള്ളവരുണ്ടാവാം, നാളെ എന്ത് സംഭവിക്കുന്നു വിചാരിച്ചു നിൽക്കുന്നവരുണ്ടാവാം. ഇവരൊക്കെ അറിയാതെ ഡീൽ ചെയ്ത് പഠിക്കുകയാണ് പാര് ചെയ്തത്, നിങ്ങൾ ചെയ്യണത്. അപ്പൊ അത് വലിയൊരു സ്കില്ലല്ലേ. അപ്പൊ അതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ അവരെന്ത്